ഹലോ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമിലാരിറ്റീസ് ഓഫ് സോഷ്യലിസം ആൻഡ് കോഓപ്പറേഷൻ. നമ്മുടെ തേർഡ് ചാപ്റ്റർ കോപ്പറേഷൻ ആൻഡ് എക്കണോമിക് സിസ്റ്റം എന്നുള്ളതായിരുന്നു. ആ ചാപ്റ്ററിനകത്ത് എക്കണോമിക് സിസ്റ്റത്തിൻ്റെ 3 പാർട്ട് നമ്മൾ പറഞ്ഞു: ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് മിക്സഡ് എക്കോണമി. ഇതിനകത്ത് ക്യാപിറ്റലിസം എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അണ്ടർ ക്യാപിറ്റലിസം മെയിൻ എക്കണോമിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ദ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. സ്വകാര്യ വ്യക്തികളാണ് എല്ലാ തരത്തിലുള്ള എക്കണോമിക് ഡിസിഷനും എടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്കണോമിക് സിസ്റ്റത്തെയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത്, മുതലാളിത്തവൽക്കരണം അല്ലേ. ദെൻ നെക്സ്റ്റ് സോഷ്യലിസം ആയിരുന്നു. സോഷ്യലിസത്തിൽ എന്താ പറയുന്നത്? അവിടെ സ്റ്റേറ്റ് ഈസ് സുപ്രീം എന്നുള്ള രീതിയാണ് അല്ലേ. സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓൾ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ രീതിയിലാണ് സോഷ്യലിസത്തിൻ്റെ പ്രവർത്തനം. അതിൻ്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിമിലാരിറ്റീസ് ഓഫ് സോഷ്യലിസം ആൻഡ് കോഓപ്പറേഷൻ. സോഷ്യലിസവും കോഓപ്പറേഷനും തമ്മിലുള്ള സിമിലാരിറ്റീസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കോഓപ്പറേഷൻ എന്നുള്ള പേപ്പറിനകത്താണ് ഈ എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, ക്യാപിറ്റലിസത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, സോഷ്യലിസത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾക്ക് കോഓപ്പറേഷനുമായി വല്ല ബന്ധമുണ്ടോ, അതാണ് ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ കോഓപ്പറേഷനും അതുപോലെ തന്നെ സോഷ്യലിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ്. രണ്ടും പരസ്പരം റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോഓപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കുക. പ്രധാനപ്പെട്ട സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ദെയർ എയിം അറ്റ് ദ അബോളിഷൻ ഓഫ് ക്ലാസ് സിസ്റ്റം. അണ്ടർ സോഷ്യലിസം ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും ഇതിനകത്ത് ദ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അബോളിഷൻ ഓഫ് ക്ലാസ് സിസ്റ്റം. രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട എയിം, സോഷ്യലിസം ആണെങ്കിലും ക്യാപിറ്റലിസം ആണെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് അബോളിഷൻ ഓഫ് ക്ലാസ് സിസ്റ്റം. സമൂഹത്തിൽ നിലനിൽക്കുന്ന ക്ലാസ് സിസ്റ്റം ഉണ്ടല്ലോ, റിച്ച് ആൻഡ് പുവർ എന്നുള്ള, അല്ലെങ്കിൽ ഹയർ ഇൻകം ഫാമിലീസ്, അല്ലെങ്കിൽ ഹയർ ഇൻകം എന്ന് പറയുമ്പോൾ ലോ ഇൻകം പീപ്പിൾസ്, ഹയർ ഇൻകം പീപ്പിൾസ്, ഇങ്ങനെയുള്ള റിച്ച് ആൻഡ് പുവർ എന്നുള്ള ഈ ഒരു ഡിസ്ക്രിമിനേഷൻ, സമൂഹത്തിലെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കണം. ക്ലാസ് സിസ്റ്റം അബോളിഷ് ചെയ്യണം. അബോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? തുടച്ചു നീക്കുക. അത് കഴിയുന്നത് എന്ത് ചെയ്യണം? ഈ ഒരു റിച്ച് ആൻഡ് പുവർ എന്നുള്ള ആ വ്യത്യാസം സമൂഹത്തിൽ ഇല്ലാതാക്കണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇന്ത്യയിലുള്ള കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്, ക്ലാസ് സിസ്റ്റം എന്ന് പറയുന്നത് ഹയർ ഇൻകം പീപ്പിൾസും ഉണ്ട് അല്ലേ, റിച്ച് പീപ്പിൾസും ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഇൻകം പീപ്പിൾസും ഉണ്ട്, ലോ ഇൻകം പീപ്പിൾസും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ റിച്ച്, പുവർ, അതുപോലെ തന്നെ മിഡിൽ ഇൻകം പീപ്പിൾസ്, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കഴിയുന്നതും എന്ത് വേണം? ഇല്ലാതാക്കണം. എന്നിട്ട് എല്ലാവരും ഒരേ ലെവലിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മോറോർലെസ് കൂടുതൽ നോക്കുമ്പോൾ നമ്മളെന്താണ്, ഒരു മിഡിൽ ഇൻകം പീപ്പിൾസ് ആണുള്ളത്. അതുപോലെ സമൂഹത്തിൽ എന്ത് ചെയ്യണം? ഒരു പർട്ടിക്കുലർ ലെവലിലേക്ക് കൊണ്ടുവരണം. റിച്ച് ആൻഡ് പുവർ എന്നുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷൻ കഴിയുന്നതും അബോളിഷ് ചെയ്യണം എന്നുള്ളതാണ് സോഷ്യലിസത്തിൻ്റെയും ഇങ്ങനെ കോപ്പറേഷൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഒന്നാമത്തെ എയിം. ഓക്കെ, രണ്ടാമത്തെ മെയിൻറ്റെയിൻ എക്കണോമിക് ഈക്വാലിറ്റി. സമൂഹത്തിൽ എന്ത് വേണം? ഒരു എക്കണോമിക് ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ്, ഒരു എക്കണോമിക് ഈക്വാലിറ്റി ഉണ്ടാവണം. സമൂഹത്തിലെല്ലാവരും ഒരേപോലെയുള്ള ഒരു എക്കണോമിക്കൽ പരമായിട്ട് ഒരു തുല്യത നിലനിർത്താൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് വേണ്ടി വരും? ബാക്ക്വേർഡ് റീജിയനൊക്കെ സ്പെഷ്യൽ പ്രയോറിറ്റി ഒക്കെ കൊടുക്കേണ്ടി വരും. ബാക്ക്വേർഡ് ആയിട്ടുള്ള ഏരിയയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രയോറിറ്റി ഒക്കെ കൊടുത്തുകൊണ്ട് എന്ത് വേണം? ഒരു എക്കണോമിക് ഈക്വാലിറ്റി, സമൂഹത്തിൽ എല്ലായിടത്തും ഒരു എക്കണോമിക് ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ തേർഡ്, their actions are directed towards the elimination of competitive force. സമൂഹത്തിൽ ഒരു പരിധി വരെ എന്ത് വേണം? ഈ കോമ്പറ്റീറ്റീവ് ഫോഴ്സിനെ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് സോഷ്യലിസത്തിൻ്റെയും അതുപോലെ തന്നെ കോപ്പറേഷൻ്റെയും മറ്റൊരു എയിമായിട്ട് പറയുന്നത്. ഓക്കെ, സോ ദെയർ ആക്ഷൻസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ എലിമിനേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് ഫോഴ്സ്. ഇൻ കേസ് ഓഫ് എ ക്യാപിറ്റലിസം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു ക്യാപിറ്റലിസത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓൾ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൺ ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. സ്വകാര്യ വ്യക്തികളാണ് എല്ലാം ചെയ്യുന്നത്.
അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിക് സിസ്റ്റത്തിന് എന്തായിരിക്കും, വലിയ തോതിൽ എന്തുണ്ടായിരിക്കും, കോമ്പറ്റീറ്റീവ് ഫോഴ്സ് വലിയ തോതിലുണ്ടായിരിക്കും. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ഒരു കഴുത്തറപ്പൻ രീതിയിലുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ നമ്മുടെ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള തരത്തിലുള്ള എന്തുണ്ടായിരിക്കും, വലിയ തോതിലുള്ള കോമ്പറ്റീഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു കോമ്പറ്റീറ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യണം, ഒരു പരിധി വരെ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം, എലിമിനേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. നേരത്തെ നമ്മൾ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കുക അബോളിഷ് ചെയ്യണം എന്നാണ്, ക്ലാസ് സിസ്റ്റം അബോളിഷ് ചെയ്യണം, അത് തുടച്ചു നീക്കണം എന്നുള്ളതാണ്. ഇവിടെ സോ ഇറ്റ് ഈസ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള, അത് കുറയ്ക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അവിടെ നമ്മളത് അബോളിഷ് ചെയ്യണം, തുടച്ചു നീക്കാനൊന്നും കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യണം, ഒരു പരിധി വരെ ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എന്താണ്, സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ അതിനെന്ത് ചെയ്യണം, ഒരു പരിധി വരെ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം, ചുരുക്കാൻ സഹായിക്കണം എന്നുള്ളതാണ്. ഓക്കെ, കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് രണ്ടും പ്രവർത്തിക്കുന്നത്, സോഷ്യലിസം ആണെങ്കിലും കോപ്പറേഷൻ ആണെങ്കിലും. ഓക്കെ, സോ ദെയർ ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ആക്ഷൻസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ എലിമിനേഷൻ ഓഫ് കോമ്പറ്റീറ്റീവ് ഫോഴ്സ്. ദെൻ ഫോർത്ത്, ദേ മെയിൻറ്റെയിൻ ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. രണ്ടിൻ്റെയും, സോഷ്യലിസം ആണെങ്കിലും കോപ്പറേഷൻ ആണെങ്കിലും രണ്ടിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള മറ്റ് ഒരു എയിം അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രവർത്തനം എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് രണ്ടും പ്രവർത്തിക്കുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആവട്ടെ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സമൂഹത്തിലെ ഏറ്റവും വീക്കർ സെക്ഷനിൽപ്പെട്ട ആളുകളാണ് അതിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അവർ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യണം, സമൂഹത്തിൻ്റെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് കോപ്പറേഷൻ്റെ എയിമായിട്ട് പറയുന്നത്. സോഷ്യലിസം ആണെങ്കിലോ എല്ലാ ആക്ടിവിറ്റിയും കണ്ടക്ട് ചെയ്യുന്ന എന്താണ്, സ്റ്റേറ്റ് ഈസ് സുപ്രീം എന്നുള്ളതാണ്. സ്റ്റേറ്റാണ് എല്ലാം, എന്താണ്, അപ്പോൾ ആ രാജ്യത്തിലെ ഭരണകൂടം ഏതാണ്, അവർ നടത്തുന്ന കാര്യങ്ങളായിരിക്കും. അവിടെ എന്തുണ്ടാവില്ല, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് വലിയ തോതിലുള്ള പ്രാധാന്യം ഉണ്ടായിരിക്കില്ല, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരിക്കും. ആ രീതിയിലാണ്. ഓക്കെ, ഓൾ ആക്ടിവിറ്റി ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, സമൂഹത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും എയിം എന്ന് പറയുന്നത് എന്താണ്, വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. സമൂഹത്തിൻ്റെ നന്മയാണ് രണ്ടിൻ്റെയും ലക്ഷ്യം എന്ന് ഓർക്കുക. ഓക്കെ, ദെൻ ഫിഫ്ത്ത്, ദേ ഓപ്പോസ് ഇൻഡിവിജ്വലിസം. ഇൻഡിവിജ്വലിസത്തിന് എതിരാണ്. സ്വകാര്യ വ്യക്തികൾ എന്താണ് വലിയ തോതിൽ പണക്കാരായിട്ട് അവർ എന്താണ് വലിയ തോതിൽ ഉയർന്നു വരുന്ന ആ ഒരു രീതി രണ്ടിനും എതിരാണ്. അതാണ് ഇൻഡിവിജ്വലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, ഇൻഡിവിജ്വലിസത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എന്താക്കണം, കളക്റ്റീവ് ഓണർഷിപ്പിലേക്കും കളക്റ്റീവ് ആക്ഷനിലേക്കും നീക്കണം എന്നുള്ളതാണ് രണ്ടിൻ്റെയും ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഒരു കളക്റ്റീവ് ഓണർഷിപ്പും കളക്റ്റീവ് ആക്ഷനിലേക്കുമാണ് എന്താണ് സോഷ്യലിസം ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ കോപ്പറേഷൻ ആണെങ്കിലും ലക്ഷ്യം വെക്കുന്നത്, അല്ലാതെ ഇൻഡിവിജ്വലിസത്തിനല്ല. ഓക്കെ, ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഓരോ വ്യക്തിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ ഇൻഡിവിജ്വലിസത്തിലേക്കല്ലാതെ ഒരു കളക്റ്റീവ് ഓണർഷിപ്പിലേക്കും കളക്റ്റീവ് ആക്ഷനിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് സോഷ്യലിസത്തിൻ്റെയും കോപ്പറേഷൻ്റെയും മറ്റൊരു എയിമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഈ പ്രധാനപ്പെട്ട സിമിലാരിറ്റീസ്, രണ്ടും തമ്മിലുള്ള ബന്ധങ്ങൾ. ഓക്കെ, കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞ എന്തായാലും ക്ലാസ് സിസ്റ്റം അബോളിഷ് ചെയ്യണം. രണ്ടിൻ്റെയും ലക്ഷ്യം ക്ലാസ് സിസ്റ്റം അബോളിഷ് ചെയ്യലാണ്. രണ്ടിൻ്റെയും മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എക്കണോമിക് ഈക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. മൂന്നാമത്തെ കോമ്പറ്റീറ്റീവ് ഫോഴ്സിനെ എലിമിനേറ്റ് ചെയ്യുകയാണ്. മറ്റൊന്ന് വെൽഫെയർ ഓഫ് ദ കമ്മ്യൂണിറ്റി, സമൂഹത്തിൻ്റെ വെൽഫെയർ ആണ്. മറ്റൊന്ന് ഇൻഡിവിജ്വലിസത്തിന് പകരം എന്ത് വേണം, കളക്റ്റീവ് ആക്ഷനും കളക്റ്റീവ് ഓണർഷിപ്പും വേണം എന്നുള്ളതാണ് രണ്ടും ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെയുള്ള 5 സിമിലാരിറ്റീസ് ഇത് തമ്മിലുണ്ട്. ഓക്കെ, ദെൻ ഇതേപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഡിഫറൻസസ് ആണ് ഇനി. ഓക്കെ, ഡിഫറൻസസ് ബിറ്റ്വീൻ സോഷ്യലിസം ആൻഡ് കോപ്പറേഷനും സോഷ്യലിസവും തമ്മിൽ വല്ല ഡിഫറൻസും ഉണ്ടോ, അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.